top 10 things, 10 അല്ല 11 things that you can expect to happen at House of the Dragon Season 2 Episode 7. ഇതുവരെ 6 എപ്പിസോഡ്സ് കഴിഞ്ഞു. ആൻഡ് 6 എപ്പിസോഡ്സ് കഴിഞ്ഞ് ഇനി ആകെ 2 എപ്പിസോഡ്സ് ബാക്കിയുള്ളൂ. സോ ഇനി എന്തൊക്കെ നടക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണിത്. ആൻഡ് ഈ സീരീസ് വാച്ച് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ഇത് കാണാം. കാരണം സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ അല്ലാതെ തന്നെ സ്റ്റോറി ബേസ് ചെയ്ത് ഫോളോ ചെയ്ത് പോയിട്ട് അതിൽ നിന്ന് പിന്നെ എന്തൊക്കെ ഇനി നടക്കാൻ സാധ്യതയുണ്ടെന്ന് ജസ്റ്റ് ഒരു അനലൈസിങ് പോലെയാണ് ഇത് പോകുന്നത്. സോ വിതൗട്ട് ഫർദർ അഡു നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. ഞണ്ടന്മാർ 2.0 അഥവാ ദ ക്രാബ് ഫീഡേഴ്സ്, ദ ട്രയാർക്കി. ഈ സീസണിൽ ഈ എപ്പിസോഡ് തുടങ്ങിയിട്ട് ഉടൻ തന്നെ അവരുടെ ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് വരുന്നത് ട്രയാർക്കി ആയിട്ട് ഗ്രീൻസിൻ്റെ ഒരു അലയൻസ് ആണ്. ആൻഡ് ട്രയാർക്കി നമുക്കറിയാം സീസൺ 1 വെയ്മോൺ വെലാറിയനും കലാക്സിസും സീസ്മോക്കും വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അടിച്ച് തൊലച്ച് അവന്മാരെ പെട്ടിയിലാക്കി വിട്ടത്. ഇപ്പോൾ ആ പെട്ടിയിലാക്കി വിട്ടവന്മാരെ തന്നെ കൂട്ടുപിടിച്ച് ബ്ലാക്സ് ബ്ലോക്ക് ചെയ്തേക്കുന്ന ആ ലൊജിസ്റ്റിക്സ് ഇപ്പോൾ കൃത്യമായിട്ടാണ് അവർ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഒരു നല്ലൊരു പൊളിറ്റിക്കൽ മൂവ് ആയിരുന്നു. ഇത്രയും നാൾ നല്ല സക്സസ് ആയിട്ട് പോകുന്ന ഒരു മൂവ് ആയിരുന്നു ബ്ലാക്സിൻ്റെ സൈഡിൽ നിന്ന്. അതിനെ ചാലഞ്ച് ചെയ്യാനായിട്ട് ട്രയാർക്കിയുടെ ഒരു അലയൻസ് ആണ് ഗ്രീൻസ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രയാർക്കി എന്തായാലും ഒരിക്കലും ബ്ലാക്സിൻ്റെ കൂടെ പോകത്തില്ല. ബട്ട് അവർ ഗ്രീൻസിൻ്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും തോന്നുന്നില്ല. കാരണം അവർ ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അവർ ഫൈറ്റ് തുടങ്ങിയത് അവരുടേതായ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ആൻഡ് ഇപ്പോൾ പിന്നെ അവർ ഒരു കിങ്ഷിപ്പിൻ്റെ ഒരു പേട്രിയാർക്കിയുടെ കൂടെ നിന്നിട്ട് അവരുടെ പവർ ഫൈറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് കണ്ടു നിന്ന് നമുക്ക് കാണാം. ആൻഡ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് പോയിന്റിലേക്ക് പോകാം. ആൻഡ് ദാറ്റ് ഈസ് സർ ക്രിസ്പിൻ ദ ക്രിസ്റ്റ്യൻ കോൾ. യെസ്, ക്രിസ്പി ദ ക്രിസ്റ്റ്യൻ കോളിനെ അടുത്ത വാറിനായിട്ട് എയ്മണ്ട് പറഞ്ഞു വിട്ടേക്കുകയാണ്. ആൻഡ് പറഞ്ഞു വിടുമ്പോൾ പിന്നെ ചുമ്മാ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, കിങ് റീജൻ്റ് അല്ലേ. സോ പോകുന്നുണ്ട്. ആൻഡ് പോകുന്നത് ഹാരൻ ഹോളിലേക്കാണ്. ആൻഡ് ഹാരൻ ഹോളിൽ ആരാ ഉള്ളത്? അവൻ വെൽ എനിവേ നമുക്ക് നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോവാം. കുലസ്ത്രീ കോ ക്യാ ഹോഗ. നമ്മുടെ കുലസ്ത്രീ ആലിസൻ്റ് ഹൈറ്റവറിനെ അടിച്ച് പുറത്താക്കിയൊക്കെയാണ് എയ്മണ്ട്. അതേ നമ്മുടെ ക്രിസ്ത്യൻ കോളുമായിട്ട് സംസാരിച്ച അതേ മീറ്റിങ്ങിൽ തന്നെ അവസാനം എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അവസാനം ആലിസനെ ഒറ്റയ്ക്ക് വിളിച്ച് മുഖത്ത് നോക്കി അവരുടെ അടുത്ത് ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആലിസൻ്റെ ഒരു മാതൃത്വത്തിൻ്റെ സ്നേഹം കൊണ്ട് കുറച്ച് മൂവ്സ് ഇറക്കാമെന്ന് വിചാരിച്ചെങ്കിലും എയ്മണ്ടിൻ്റെ അടുത്ത് അതൊന്നും വില പോയില്ല. സോ നമ്മുടെ ആലിസൻ്റ് ഹൈറ്റവർ ഇത് ആക്ച്വലി ഇവരിത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഒരു ഫീമെയിൽ റൂളർ ഇനി നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ച്, അതും വിസേറിസ് ടർഗേറിയൻ ജീവിച്ചിരിക്കുന്ന സമയത്തെ ആരും അറിയാതെ, വിസേറിസ് ടർഗേറിയൻ തൻ്റെ മരണക്കിടക്കയിലായിരുന്നു. അപ്പോൾ ആലിസൺ ക്വീൻ റീജൻ്റായിട്ട് റൂൾ ചെയ്യുന്ന സമയത്ത് അവർ പോലും അറിയാതെ ഓട്ടോ ഹൈറ്റവറിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു സ്മോൾ കൗൺസിൽ എങ്ങനെ ഏഗോണിനെ അടുത്ത കിങ് ആയിട്ട് ക്രൗൺ ചെയ്യാം അതിൻ്റെ മൂവ്സൊക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ടും അതേ സമയത്ത് തന്നെ ഇപ്പോൾ അടുത്ത കിങ്ങും ഏകദേശം അതേ മരണശൈലിയിൽ കിടക്കുമ്പോൾ ഇവർ പിന്നെയും ഒരു ക്വീനിൻ്റെ അണ്ടറിൽ വരാൻ ഈ സ്മോൾ കൗൺസിൽ സമ്മതിക്കുമെന്ന് ഇവർ ചിന്തിക്കണമായിരുന്നോ? ഇതവരെ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ആൻഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത കാര്യം തന്നെ ഇത് നടന്നു കഴിഞ്ഞു. ബട്ട് ഇവിടെ ആലിസൺ ചുമ്മാ അങ്ങ് പുറത്തോട്ട് പോവുകയല്ല. കാരണം ഹിയർ വി ഹാവ് അനദർ കം ബാക്ക് ആൻഡ് ദാറ്റ് ഈസ് ഓട്ടോ മാവൻ. യെസ്, ഓട്ടോ ഹൈറ്റവർ. ആൻഡ് ഐ ഹാവ് ടു സേ ഹി ഈസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ ദിസ് സീസൺ, ഇൻ ദിസ് ഹോൾ സീരീസ്. ബിക്കോസ് അദ്ദേഹം എന്നെ പഴയ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഓരോ കിട്ടിലം ക്യാരക്ടേഴ്സിനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ടൈവിൻ ലാനിസ്റ്റർ ആൻഡ് പീറ്റർ ബെയിലിഷിൻ്റെ ആ കെയോസ്, അതേപോലുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്സും പ്ലാൻസും ഒക്കെ അത്രയും എത്തുന്നില്ലെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ഗ്ലിംസ് നമുക്ക് ടൈവിൻ ലാനിസ്റ്ററിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു റൂളറിനെ പറ്റുന്ന ഒരു മന്ത്രിമാരും എല്ലാവരും കൂടെ ആണല്ലോ ഒരു റൂളിങ് പെർഫെക്റ്റ് ആക്കുന്നത്. ആൻഡ് അതിൽ ടൈവിൻ ലാനിസ്റ്ററിന് കൃത്യമായിട്ടുള്ളൊരു തല അതിലുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട്ടോ ഹൈറ്റവർ തിരിച്ചു വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി സം ഇമ്പാക്ട്ഫുൾ. സോ അതിനി എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. ആൻഡ് റിട്ടേൺസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്തായാലും ഇനി അവൻ്റെ കാര്യം പറഞ്ഞേ പറ്റൂ. ആൻഡ് അവൻ്റെ പേരാണ് കുറച്ച് നാളായിട്ട് കിളി പോയി നടക്കുന്ന മകനെ മടങ്ങി വരൂ, ഡെയ്മോൺ ടർഗേറിയൻ. സി ഇത് വേറെ ഏതൊരു ക്യാരക്ടറായിരുന്നെങ്കിൽ ഇങ്ങനെ 3-4 എപ്പിസോഡ്, 3-4 ഈ സീസൺ തുടങ്ങിയപ്പോൾ തൊട്ടേ കിളി പോയി നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. പ്രത്യേകിച്ച്
സ്റ്റോറി വൈസ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്തൊരു ക്യാരക്ടറാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് താഴ്ന്നു തുടങ്ങിയത്. ബട്ട് ഹി ഈസ് ഡെയ്മോൺ ടാർഗേറിയൻ ആൻഡ് ദി ആക്ടർ മാറ്റ് സ്മിത്ത് ആൻഡ് ദി അമേസിംഗ് റൈറ്റിംഗ്. ഇത് കാരണം ആൻഡ് ഓഫ് കോഴ്സ് ഫസ്റ്റ് സീസണിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇദ്ദേഹം എന്നൊരു സംഭവം കൂടെ വെച്ചിട്ട് വി കാൺ ഗെറ്റ് ലൂസ് ഓഫ് ഹിം. ലൈക്ക് എപ്പോൾ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണിച്ചാലും ഹീ സോ അൺപ്രഡിക്റ്റബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നിൽക്കും ഇനി എന്ത് നടക്കാം, ഇപ്പോൾ നടക്കുന്ന ഡ്രീമാണോ അതോ ഇനി ഡ്രീമിൽ അവൻ ഇനി ആരെങ്കിലും കൊല്ലോ അവനല്ലേ. അപ്പോൾ സോ ദൈവൻ ആരെ വേണമെങ്കിലും കൊല്ലാമെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ആൻഡ് ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നുള്ള രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഡെയ്മോൺ ടാർഗേറിയൻ ഇപ്പോൾ ഡ്രാഗൺ സ്റ്റോണിൽ തിരിച്ച് വരുമോ ഇല്ലയോ എന്നുള്ളൊരു വളരെ നല്ല ചോദ്യമാണ്. ചെക്കൻ മര്യാദയ്ക്ക് വരാൻ പോയതാണ്. പാവം കരാക്സീസും കൂടെ അവിടെ നിന്ന് കൊതി വിട്ട് കാണും വീട്ടിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ആ പെണ്ണുമ്പിള്ള പിടിച്ച് നിർത്തി ആൻഡ് ഹീ ഈസ് സ്റ്റേയിങ് ദെയർ ഫോർ ദി നെക്സ്റ്റ് എപ്പിസോഡ് 2. ബട്ട് അറിയത്തില്ല, നമുക്ക് കണ്ട് കാണാം. കാരണം ഇത് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ റെനീറ ടാർഗേറിയന് ഇപ്പോഴാണ് മോർ ദാൻ എവർ ഡ്രാഗൺ റൈഡേഴ്സിന് ആവശ്യമായിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ബ്രിങ്സ് ടു മൈ 6th പോയിന്റ്, മോർ ഡ്രാഗൺ റൈഡേഴ്സ്. ഇതെൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ടോപ്പിക്ക് തന്നെയാണ്. കാരണം നമ്മൾ ഡ്രാഗൺസ് ഇസ് വൺ ഓഫ് ദി എടുത്തു മാറ്റാൻ പറ്റാത്തൊരു ടോപ്പിക്ക് തന്നെയാണ് ഇൻ ദ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ. ദേ ആർ വൺ ഓഫ് ദി കോർ പാർട്ട് ഓഫ് ദി സ്റ്റോറി. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഓരോ ടൈപ്പ് ഓഫ് കുറേ ഡ്രാഗൺ റൈഡേഴ്സിനെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ചിലവർ നമ്മളെ വിട്ട് പോയും കഴിഞ്ഞു. പാവം മെയ്ലീസ് written by Rhaenys, and then we have Caraxes written by Daemon, then we have Rhaenyra written by Sir Criston. എന്തായാലും ഇനി നമുക്ക് കൂടുതലും റൈഡേഴ്സിനെ കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ച് ഡ്രാഗൺ റൈഡേഴ്സൊക്കെ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ആൻഡ് പുതിയൊരു ഡ്രാഗൺ റൈഡറിനെ നമുക്ക് ഈ എപ്പിസോഡിൽ കിട്ടുകയും ചെയ്തു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കിനി അങ്ങോട്ടുള്ള പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. നമ്പർ 7, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അഥവാ ദി സ്മോൾ ഫോക്സ് ഓഫ് കിങ്സ് ലാൻഡിങ്. ഇതെനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടറാണ്. ലൈക്ക് ഈവൻ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അവസാനത്തെ എപ്പിസോഡ്സൊക്കെ ആയിരുന്നപ്പോഴും അവസാനത്തെ സീസൺസ് തന്നെ മൊത്തമായിട്ട് എടുത്താലും സ്മോൾ ഫോക്സ് ആയിട്ടുള്ളൊരു കണക്ഷൻ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ വളരെ കുറവ് തന്നെയായിരുന്നു. കൂടുതലും ആ റോയൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ്സിൽ മാത്രമാണ് സ്റ്റോറീസൊക്കെ മൂവ് ചെയ്തത്. അവസാനം ചില റോയൽ ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറി പോലും അവന്മാരെവിടെയൊക്കെ കൈൻഡ് ഓഫ് ഫോർഗോട്ട് അബൌട്ട് ഇറ്റ് ആ രീതിയിലാക്കി കളഞ്ഞു. ബട്ട് ഇവിടെ ഓരോ ചെറിയ കാര്യങ്ങളും, അവിടുത്തെ ബ്രോത്തൽസിൽ നടക്കുന്ന കാര്യമാണെങ്കിലും അവിടെ ഫുഡിൻ്റെ കാര്യത്തിൽ അടി ഉണ്ടാകുന്നതാണെങ്കിലും അല്ലാതെ അവിടെ രീതിയിലുള്ള നടക്കുന്ന ചെറിയ ചെറിയ കോൺഫ്ലിക്ട്സും എല്ലാം കാണിക്കുന്നത് എത്രത്തോളം അൺട്രസ്റ്റിംഗ് ആവുന്നു അവിടുത്തെ സാധാരണ ജനങ്ങൾ. നമുക്കറിയാം ഏതൊരു വാർ നടക്കുകയാണെങ്കിലും ഇത് ശരിക്കും റിയലിസ്റ്റിക് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും പ്രാക്ടിക്കലി ഇപ്പോഴത്തെ കാര്യത്തിൽ. ബട്ട് അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം എൻ്റെ സ്കോപ്പ് അവിടെ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ ഒരു സമയത്ത്. ബട്ട് ദ തിങ് ഇസ് റൂളിംഗ് എൻറ്റിറ്റീസ് അല്ല ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത്, സ്മോൾ ഫോക്സ് ആണ്, സാധാരണ ജനങ്ങളാണ്. ഒരു വാർ നടക്കുമ്പോൾ അതിവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ ഇടയിൽ പൊളിറ്റിക്സ് കളിച്ചാൽ എങ്ങനെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും, ചെറിയ രീതിയിൽ ട്രിഗർ ചെയ്യാൻ പറ്റും. നമ്മുടെ റെനീറ ഒരു ഫുഡ് വെച്ചൊരു കളി കളിച്ചത്, അതിൻ്റെ ആ കളി ഏറ്റിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഇമ്പാക്ട്സ് നമ്മൾ കണ്ടു. ബട്ട് അതിൻ്റെ മൊത്തം എക്സ്റ്റെൻറ്റ് എത്രത്തോളം റീച്ച് അതിന് കിട്ടും, എത്രത്തോളം ഇമ്പാക്റ്റ് അതിന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ്സിൽ കണ്ടാൽ മാത്രമേ മനസ്സിലാവാൻ പറ്റൂ. ബട്ട് ദിസ് ലീഡ്സ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദ സബ്ജക്ട് ദാറ്റ് ഈസ് നമ്പർ 8, Sir Barristan Seltgar getting Will Smith. എന്ത് മാസ പേരാണ് അല്ലേ ബാരിസ്റ്റൻ സെൽറ്റിക്കാർ. ഒരു ഡ്രാഗനൊക്കെ ഇടാൻ പറ്റിയ പേര്, ബെലേറിയൻ ദ ബ്ലാക്ക് ഡ്രെഡ് എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ പേരാണ്. സോ അല്ല, സ്മോൾ ഫോക്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ കിങ്സ് ലാൻഡിങ്ങിൽ ഇപ്പോൾ ഉള്ളത് മൊത്തം ഗ്രീൻസാണ്. സോ അവർക്കാണ് ഓവറോൾ ഒരു കിങ്ഡത്തിൽ നിന്ന് നോക്കുമ്പോൾ, ഇത്രയും ജനങ്ങൾക്ക് നിന്ന് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയും നമ്മുടെ താല്പര്യം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പാർലമെൻറ്റിൽ ഇരിക്കുന്നവർ തന്നെയാണ് നമ്മളെ റൂൾ ചെയ്യുന്നത് അല്ലേ. അതിൽ നമുക്ക് നമ്മുടെ താല്പര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാർ തന്നെയാണ്. അവിടെ ഒരു പേട്രിയാർക്കി ആണെങ്കിലും ഇതേ ഒരു പോയിൻ്റ്, ഇതേ ഒരു ഐഡിയോളജി അവിടെ ഒരു മാറ്റവും ഇല്ലാതെ തന്നെ ഫോളോ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ഒരു കൗൺസിൽ എത്ര സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് രണ്ട് സൈഡിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു അടി കിട്ടിയത് എത്രത്തോളം ബാധിക്കുന്നുണ്ട് റെനീറ ടാർഗേറിയനെ എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡ്സിലേക്ക് കാണാൻ പറ്റും. സോ അത് നമ്മൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ ഗ്രീൻസിൻ്റെ സൈഡിൽ ഇതേപോലെ തന്നെയാണെങ്കിൽ ബ്ലാക്സിൻ്റെ സൈഡിലും ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. സോ ദാറ്റ് ബ്രിങ്സ് മീ ടു ദ 9th പോയിന്റ്, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അല്ല, ഒരു സെക്കൻഡ്. ദ ടാർഗേറിയൻ ബ്രദേഴ്സ്, യെസ്, എയ്മോണ്ട് ആൻഡ് എയ്ഗോൺ.
എയ്മോൺ നേരത്തെ ഒരു കത്തിയും കൊണ്ട് പോകുന്നതാണ് ക്രിസ്ത്യൻ കോൾ കണ്ടത്. ബട്ട് അവിടെ വെച്ച് പണി തീർക്കാൻ പറ്റിയില്ല. ആൻഡ് ഇവിടെ വെച്ചവൻ പണി തീർക്കാൻ നോക്കിയതാണോ ഓർ നിൻ്റെ പണി ഞാൻ തീർക്കും എന്നൊരു ഒരു 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 വിരട്ടലായിരുന്നോ എന്നൊന്നും നമുക്ക് ക്ലിയർ അല്ല. ഇറ്റ് ഈസ് ക്ലിയർ. അത് വിരട്ടാനായിരുന്നെങ്കിൽ അങ്ങ് കൊല്ലാമായിരുന്നു. വേറെ ഒരു വിഷയവും അവിടെ എയ്മോൺ ടാർഗേറിയൻ കാണുന്നില്ല. ബട്ട് ഹീ നീഡ്സ് ദ കിങ്. ആ കിങ്ഡത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു കിങ് ഉണ്ടാവുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു കിങ്ങും കൂടെ മരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ ടെർമോയിലായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. സോ ആ രീതിയിൽ റിസ്ക് എടുക്കാൻ വയ്യാഞ്ഞിട്ടായിരിക്കും എയ്മോണ്ട് ഇപ്പോൾ കാര്യമായിട്ട് ഏഗോണിനെ നേരെ ഒരു മൂവ്മെൻറ്റും എടുക്കാത്തത്. ബട്ട് ഇവിടെ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത വേറൊരു പോയിൻറ്റും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് ലാരിസ് സ്ട്രോങ്. അദ്ദേഹം എത്രയൊക്കെ ക്രിപ്പിൾഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും മെൻ്റൽ കപ്പാസിറ്റി ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ അടുത്തൊരു ഹാൻഡിൻ്റെ സ്ഥാനത്തേക്കുള്ളൊരു സംസാരം വന്നപ്പോൾ നമ്മൾ സാധാരണ ആസ് ആക്കിയെന്നാണ് പറയേണ്ടത്. പക്ഷേ ഇവിടെ വെറും ഒരു ടോഡാക്കി കളഞ്ഞു, കളിയാക്കിയാണ് വിട്ടത്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെയാണ് ഏഗോൺ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ടോക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നത്. ആ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും എയ്മോണ്ട് കുറച്ചൊന്ന് ഒരു ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ആൻഡ് ആ ഒരു സ്നാപ്പ് സെക്കൻഡിൽ തന്നെ അദ്ദേഹം നോക്കുന്നത് തിരിച്ച് ലാരിസിൻ്റെ മുഖത്തേക്കാണ്. കാരണം ഒരു ലാരിസിനെ കണക്ക് അത്രയും ആ ഒരു പൊളിറ്റിക്സിനെ പറ്റി അറിയാനുള്ള കാര്യങ്ങൾ, കെയോസിനെ ഒരു ലാഡറായിട്ട് യൂസ് ചെയ്യാൻ ഇത്രയ്ക്ക് അഡപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് എയ്മോണ്ടിന് ഒരു പോസിറ്റീവ് തന്നെയാണ്. അത് ഏഗോണിൻ്റെ കൂടെ ആണെങ്കിൽ എയ്മോണ്ടിനെ എത്ര ബാധിക്കുമെന്നും എയ്മോണ്ടിന് അറിയാം. That brings us to the 10th point. റെനീറയുടെ ഡിങ്കോൾഫി. ഒരു മിനിറ്റ് ഈ ഒരു പോയിന്റ് ഞാൻ ലാസ്റ്റ് പോയിൻ്റായിട്ട് വയ്ക്കാനൊരു റീസൺ ഉണ്ട്. കാരണം ഞാനിപ്പോൾ കണ്ട രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു പോയിൻ്റായിരുന്നു. നമ്മൾ നോക്കേണ്ട കാര്യം സ്റ്റോറിയിൽ ഇത് എത്ര ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ബുക്സിൽ റെനീറ ഒരു ബൈസെക്ഷൽ ആണെന്ന് ഒരു രീതിയിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നില്ല. ബട്ട് ബുക്സിൽ ഇല്ലാത്ത കാര്യങ്ങൾ പലതും നമ്മുടെ സ്റ്റോറിയിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടതാണ്. ആൻഡ് അതൊക്കെ വളരെ നല്ല ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ബേസ് എക്സാമ്പിൾ തന്നെ ഈ ഹൗസ് ഓഫ് ഡ്രാഗൻ്റെ കോർ എന്ന് പറയുന്ന ഡ്രാഗൻസിനെ കാട്ടിയും നമ്മുടെ ആലിസൺ ടാർഗേറിയനും റെനീറ ടാർഗേറിയനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇതിൻ്റെ കോറായിട്ട് പോകുന്നത്. ആ ഫ്രണ്ട്ഷിപ്പ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബുക്സിൽ പോലും പറയുന്നില്ല. ആൻഡ് അത് അങ്ങനെ കാണിച്ചപ്പോൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിച്ചപ്പോൾ എത്ര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്, എത്ര ഇമോഷണലി കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ ഇപ്പോൾ മിസാറിയ ഓൾറെഡി കുറച്ചൊരു ഹോൾഡ് ഉള്ള ഒരാളാണ് കിങ്സ് ലാൻഡിങ്ങിൽ. ഇപ്പോൾ കിങ്സ് ലാൻഡിങ്ങിൽ ഇല്ലെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ പലരും അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ റെനീറയ്ക്കൊരു കൃത്യമായൊരു അസറ്റ് തന്നെയാണ്. ബട്ട് ഇവർ തമ്മിലിപ്പോൾ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ കൂടുതൽ അതിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. അത് 100% ഉറപ്പാണ്. ആൻഡ് അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലും സ്റ്റോറി, ഒരു ഡ്രാമ എന്തെങ്കിലും നടക്കുമ്പോൾ കൂടുതലും നമ്മൾ ഇതിൽ ഇൻവെസ്റ്റഡ് ആവും. ബട്ട് ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത് സ്റ്റോറി റൈറ്റേഴ്സിനെ അവർക്ക് മാത്രമേ അറിയാവൂ. ആൻഡ് സോ അത് നമുക്ക് വി ഹാവ് ടു ഗീവ് ദം സ്പേസ് ടു ബ്രീത്ത്, ലെറ്റ് ദ സ്റ്റോറി ഗോ ആൻഡ് ലെറ്റ് ദ സ്റ്റോറി ഫ്ലോ. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുമെന്ന് നമുക്ക് കാണാം. ആൻഡ് ദെൻ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്. ഓൾ റൈറ്റ്, ആൻഡ് ദാറ്റ് ബ്രിങ്സ് മീ ടു ദ 11th point. വെർമിത്തോർ. യെസ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡ്രാഗൺ ഇൻ ദിസ് ഹോൾ സീരീസ്. കാരണം ആ കാണിച്ചപ്പോൾ തന്നെ, ഇത് ഞാൻ ജസ്റ്റ് ആ സീരീസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ആൻഡ് സീരീസിനെ ബേസ് ചെയ്ത് വരുമ്പോൾ കറാക്സിസിനാണ് കൂടുതൽ ഒരു സ്ക്രീൻ ടൈം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നു. വേഗാറിനും കറാക്സിസിനുമാണ്. ബട്ട് അവരെക്കാട്ടിയും ഒന്ന് വെർമിത്തോറിൻ്റെ സൈസ്. ഇപ്പോൾ വേഗാർ അവിടെ ഉള്ളതാണ്, ഗ്രീൻസിനുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ബിഗ് ചങ്ക് ഓഫ് എൻ അഡ്വാൻറ്റേജ്. അതാണ് വേഗാർ ബ്ലാക്സിൻ്റെ സൈഡിലായിരുന്നെങ്കിൽ ഈ വാറെന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഈ സീരീസ് എന്ന് പറയുന്നത് തന്നെ സീസൺ 1 അവസാനം ആകുമ്പോഴേക്കും തന്നെ തീർത്ത് കഴിയും. ആ വേഗാർ പ്രത്യേകിച്ച് റൈഡറായിട്ട് ഡെയ്മണിനെയോ അല്ലെങ്കിൽ റെനീറേനോ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഇത് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ നമുക്കത് ബാലൻസ് ചെയ്തേ പറ്റും. ഇവിടെ അത്രയ്ക്ക് ബിഗ്ഗായിട്ടൊരു ഡ്രാഗൺ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ വെർമിത്തോറിനും പിന്നെ അല്ലാതെ വേറെയും ഡ്രാഗൺസ് ഉണ്ട്, അവർക്കൊക്കെ ഒരു റൈഡർ വരുന്നത് വെർമിത്തോർ തിരിച്ച് നല്ലപോലെ ഒരു എൻട്രി വരേണ്ടത്. ഇതിപ്പോൾ ഓൾറെഡി ടീസർ റിലീസായിട്ടുണ്ട്, വെർമിത്തോറിൻ്റെ ഒരു സ്നാപ്പൊക്കെ കാണിക്കുന്നുണ്ട്. സോ അത് നമുക്ക് കണ്ടേ പറ്റൂ. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ്, ഐ വിൽ ബി സോ എക്സൈറ്റഡ് വെർമിത്തോറിനെ ഒന്നുകൂടെ കാണാനായിട്ട്. ആൻഡ് എന്തൊക്കെ ഇമ്പാക്റ്റ് വെർമിത്തോറിന് ഉണ്ടാക്കാൻ പറ്റും, വെർമിത്തോറും വേഗാറും ഫേസ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഐ എം സോ ഡാം എക്സൈറ്റഡ്. സോ അത് നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. ഇത്രയൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ്, 6ാമത്തെ എപ്പിസോഡ് കണ്ടതിൽ നിന്ന് എനിക്ക് അടുത്ത ഇനി
എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുമെന്ന രീതിയിൽ എന്നെ ഹുക്ക് ചെയ്ത കുറച്ച് ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുന്നതാണ്. ആൻഡ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഇറ്റ്, വി ക്യാൻ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റിയുള്ള ഫുൾ ഡിസ്കഷൻ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമുക്ക് നടത്താം. ആൻഡ് സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ദിസ്. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ചെയ്യുക. അതൊക്കെ നടക്കുമോ, അതേപോലെ തന്നെ നടക്കുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് yeah, so till then, love all, love the community, fuck the hate, and just go have the best day of your life every day. Okay, bye, see you soon.